I suppose I want to print whole numbers from 1 to 10. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പ്രിന്റ് 1 പ്രിന്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 പ്രിന്റ് ചെയ്യും. ദെൻ എനിക്ക് വേണമെങ്കിൽ ഒരു അടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് 2 എന്ന് കൊടുക്കുക. അപ്പോൾ 2 പ്രിന്റ് ചെയ്യും. ദെൻ പ്രിന്റ് 3 എന്ന് പ്രോഗ്രാമിൽ കൊടുക്കാം, 3 കൊടുക്കാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് ലാസ്റ്റ് പ്രിന്റ് 10 എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. സോ പൈത്തൺ പ്രോഗ്രാമിൽ പ്രിന്റിൽ എനിക്ക് 10 എന്ന് വരും. ഓക്കെ. ഇനി ഫയൽ മോഡിൽ എനിക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ എങ്ങനെ എഴുതണം? ഫയലിൽ ന്യൂ വിൻഡോയിൽ എടുക്കുക. ദെൻ ന്യൂ വിൻഡോയിൽ സപ്പോസ് ഐ ആം ഗിവിങ് പ്രിന്റ് 1. ദെൻ നെക്സ്റ്റ് കമാൻഡ് കൊടുക്കുകയാണ് ഞാൻ പ്രിന്റ് 2. ദെൻ നെക്സ്റ്റ് കമാൻഡ് ഞാൻ കൊടുക്കാൻ പോവാണ് പ്രിന്റ് 3. ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഇതിനെ റൺ ചെയ്യണം. സോ എനിക്ക് റൺ ചെയ്യുന്നത് അത് സേവ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി റൺ മോഡിൽ കൊടുത്താൽ ഓക്കെ സേവ് ചെയ്യാൻ പറയും. ഇനി നമ്മൾ അതിനെ സേവ് ചെയ്താൽ മതി. സോ ഞാനത് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് ആയതുകൊണ്ട് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് ആണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐട്രേഷൻ ഡോട്ട് പി വൈ ഞാൻ നെയിമിങ് കൊടുത്തു. ഇനി ആ പ്രോഗ്രാം സേവ് ചെയ്തു. സോ നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്താൽ റൺ കൊടുത്തിട്ടാണ് സ്റ്റാർട്ട്. സോ 1 2 3 എന്നിവിടെ പ്രിന്റ് ചെയ്തു. Now instead, suppose I want to type from 1 to 100. So 1 to 100 ടൈപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 1 to 10 ടൈപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ കമാൻഡ് വീണ്ടും ഇവിടെ യൂസ് ചെയ്യണം. സോ ഈ 3 കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? 4 കൊടുക്കണം, ദെൻ 5 കൊടുക്കണം, ദെൻ 6 കൊടുക്കണം. സോ സെയിം സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരികയാണ്. ഇങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ഇവിടെ ഐട്രേഷൻ അല്ലെങ്കിൽ പൈത്തണിൽ ലൂപ്പിംഗ് എന്ന് പറയുന്ന ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 1 to 6 പ്രിന്റ് ചെയ്തു. ഓക്കെ. നൗ സെയിം ഇതേ കാര്യം നമുക്ക് ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഞാനൊരു ന്യൂ ഫംഗ്ഷൻ ന്യൂ വിൻഡോ എടുക്കാം. എന്നിട്ട് വൈൽ ലൂപ്പിൽ എങ്ങനെ ഈ പ്രോഗ്രാം ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൈൽ ലൂപ്പിൽ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ഒരു വേരിയബിൾ ആണ്. സോ വേരിയബിൾ ഞാൻ 1ൽ ഇനീഷ്യലൈസ് ചെയ്തു. സോ വൈൽ ലൂപ്പ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. ദെൻ വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് വൈൽ എന്നുള്ള തന്നെയാണ്. വൈൽ നൗ ദിസ് ഐ ആണ് എൻ്റെ കൗണ്ടർ, എത്ര തവണ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അതിൽ കൊടുക്കുക. ഐ ലെസ് ദാൻ 10 ഐ ലെസ് ദാൻ 10 എന്നതാണ്. വൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുക. 10 വരെ ചെയ്യണമെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ദെൻ പ്രിന്റ് ഐ പ്രിന്റ് ചെയ്യിക്കുകയാണ് എനിക്ക് വേണ്ടത്. പ്രിന്റ് ഐ. ഓക്കെ. ഇത്രയും മതി. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്. ഇൻക്രിമെന്റ് വേണം. അതായത് ഐനെ ഇൻക്രിമെന്റ് ചെയ്യണം. ഐ ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 ഇൻക്രിമെന്റ് ചെയ്തു. ഇനി നമുക്കിതിനെ റൺ ചെയ്യാം. സോ നമുക്ക് അതിനോട് സേവ് ചെയ്യണം ആദ്യം. സോ സേവ് ചെയ്യാൻ iteration 2 ഡോട്ട് പി വൈ എന്ന് കൊടുത്തു. ഇനി അതിന് ഞാൻ സേവ് ചെയ്തു. ഓക്കെ. സോ 1 to 10 ഇവിടെ പ്രിന്റ് ചെയ്തു. ഓക്കെ. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടി. നൗ ഈ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ ഐ ലെസ് ദാൻ ഈ ഈക്വൽ ടു ഒഴിവാക്കിയാലോ? ഈ ഈക്വൽ ടു ഒഴിവാക്കിയാൽ ലെസ് ദാൻ 10 അപ്പോൾ 9 വരെ വരും. സോ ഈ പ്രോഗ്രാം 9 വരെ പ്രിന്റ് ചെയ്യിക്കും. ഓക്കെ. ഇനി ഞാനിവിടെ ഈ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ 99 വരെ ഈ പ്രോഗ്രാം റൺ ചെയ്യും. 1 മുതൽ 1 to 99 പ്രോഗ്രാം പ്രിന്റ് ചെയ്യിക്കും. സപ്പോസ് ഐ ആം സ്റ്റാർട്ടിങ് ഐ ഫ്രം 10, then 10 I is equal to 10, then it will start from 10. ഇനീഷ്യലൈസ് ചെയ്യുക 10ലായിരിക്കും. ഇവിടെ ഐ ലെസ് ദാൻ ആയതുകൊണ്ട് 99 വരെ പോകും. റൺ മൊഡ്യൂൾ. സോ നിങ്ങൾ നോക്കിയാൽ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത 10ലാണ് ആൻഡ് ഇറ്റ് ഗോസ് അപ് ടു 99. ഓക്കെ. സോ ഇനി നമ്മളൊരു കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ശേഷം ഇവിടെ ഒരു ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിലോ? ഈ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ വൈലിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യൂല. സോ ഈ കണ്ടീഷൻ ഒരിക്കലും ഫാൾസ് ആവില്ല. സോ വൈൽ ലൂപ്പ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? ഇൻ എ വൈൽ ലൂപ്പ് എ വൈൽ ലൂപ്പ് ഈസ് യൂസ്ഡ് ടു execute a block of statements repeatedly until a given condition is satisfied. So ഇവിടുത്തെ എൻ്റെ given condition ഇതാണ്, I less than 100 ആണ്. And when the condition become false,
the line immediately after the loop in the program is executed. ഈ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പ് കഴിഞ്ഞ് ഈ കണ്ടീഷണൽ ലൂപ്പ് ഈ ലൂപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ പ്രിന്റ് ഈ പുറത്തേക്ക് വരും. ഇവിടെ ഞാനിപ്പോൾ സപ്പോസ് ഐ ആം ഗിവിങ് പ്രിന്റ് താങ്ക് യു, പ്രിന്റ് താങ്ക്സ് എന്ന് പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ കണ്ടീഷൻ ഫാൾസ് ആവുമ്പോൾ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. സോ ഇവിടെ ഞാൻ 11 i ഈസ് ഈക്വൽ ടു 11 എന്ന് കൊടുത്താൽ 10 വരെ ആയിരിക്കും പ്രിന്റ് ചെയ്യിക്കുക. സോ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്ന് തന്നെയാണ്. സോ റൺ മൊഡ്യൂൾ, സോ 1 to 10. സോ ആ ലൂപ്പിംഗ് കഴിഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആയപ്പോൾ പുറമേയുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു. സോ ദാറ്റ്സ് അബൌട്ട് വൈൽ ലൂപ്പ്. നൗ സെയിം പ്രോഗ്രാം സെയിം തിങ് നമുക്ക് പിന്നെ ഒരു ഫോർ ലൂപ്പിലും ചെയ്യാൻ പറ്റും. സോ നൗ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് വേണ്ടത് ഫോർ ഐ ഇൻ റേഞ്ച് 1 to 10 ആണ് ഞാൻ പ്രിന്റ് ചെയ്യിക്കാൻ പോകുന്നത്. സോ ഫോർ ഐ ഇൻ റേഞ്ച് 1 to 11 എന്ന് കൊടുത്തു. ഒരു കോളൻ വേണം ഇവിടെ. ഇനി നമ്മൾ അടുത്ത വരുന്ന ഇൻഡന്റേഷൻ കഴിഞ്ഞിട്ടായിരിക്കും വൈൽ ലൂപ്പിൽ വന്നതുപോലെ. ഇനി നമ്മൾ ഐ പ്രിന്റ് ചെയ്യിച്ചാൽ മതി, പ്രിന്റ് ഐ. ഇനി നമുക്കിത് റൺ ചെയ്യാം. സോ ഒന്ന് എൻ്റർ അടിച്ചാൽ മതി. സോ 1 to 10 പ്രിന്റ് ചെയ്തു. സോ 1 to 10 പ്രിന്റ് ചെയ്യാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്തപ്പോൾ ഞാൻ ആകെ യൂസ് ചെയ്ത് 2 ലൈനാണ്. ബട്ട് വൈൽ ലൂപ്പ് യൂസ് ചെയ്തപ്പോഴോ, വൈൽ ലൂപ്പ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ 4 ലൈൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ വൈൽ ലൂപ്പിന്റെ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ഐ ഈസ് ഈക്വൽ ടു 1 എന്ന സ്ഥലത്ത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ദാറ്റ് ഇനീഷ്യലൈസേഷൻ ആണ് ഈ റേഞ്ച് ഫംഗ്ഷനിൽ ഇവിടെ 1 ആക്ച്വലി വന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ഐ ലെസ് ദാൻ 10. സോ ഇവിടെ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദെൻ ഒരു ഇൻക്രിമെന്റിങ് ഉണ്ട്. അതിനിടയ്ക്ക് ഞാനിവിടെ പ്രിന്റ് ഐ എന്നുള്ള സ്റ്റേറ്റ്മെന്റും ചെയ്തു. പ്രിന്റ് ഐ ഇവിടെ ഉണ്ട്. സോ ഇവിടെ ആക്ച്വലി ഐ ഈസ് ഈക്വൽ ടു 1, ദെൻ ദർ ഈസ് എ കണ്ടീഷൻ, ദെൻ ദർ ഈസ് ഇൻക്രിമെന്റ്. ഈ 3 ഫംഗ്ഷനും നമ്മൾ ഇവിടെ ഫോർ ലൂപ്പിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോർ ഐ ഇൻ റേഞ്ച് 1 to 11 എന്ന് പറയുന്ന കേസിൽ വന്നിട്ടുണ്ട്. സോ ഇത് ഞാനിവിടെ നൗ ഈ പ്രോഗ്രാം ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ സെയിം ഞാനത് കോപ്പി ചെയ്യാം. കൺട്രോൾ സി, again control V. now for I in range 1 to 101 ആണെങ്കിലോ ഇത് ഈ പ്രോഗ്രാം 1 മുതൽ 100 വരെ 1 to 100 ഈ പ്രോഗ്രാം റൺ ചെയ്യും. ഓക്കെ, നൗ ഈ ഫോർ ലൂപ്പ് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഒരു റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തു. സോ നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റേഞ്ച് ഫംഗ്ഷൻ മച്ച് മോർ ഡീറ്റെയിൽസ്. സോ റേഞ്ച് ഫംഗ്ഷൻ മാത്രം ഒന്ന് നമുക്ക് വിശദീകരിക്കാം, എങ്കിലേ നിങ്ങൾക്ക് ഫോർ ലൂപ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, നൗ റേഞ്ച്, സപ്പോസ് ഐ ആം ഗിവിങ് റേഞ്ച് 6. സോ റേഞ്ച് 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 6 വരെ, 0 മുതൽ 5 വരെ അത് പ്രിന്റ് ചെയ്യും. റേഞ്ച് 6 0 1 2 3 4 5. നൗ അപ്പോൾ എന്താ ചെയ്തത്, റേഞ്ച് 6 കൊടുത്തപ്പോൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ലിസ്റ്റിൽ ഫസ്റ്റ് വാല്യൂ 0യിൽ സ്റ്റാർട്ട് ചെയ്തു, ലാസ്റ്റ് വാല്യൂ 5 ആണ്. വാല്യൂ 6 കൊടുത്തോണ്ട് 5 വരെ വന്നു. ദെൻ ഇൻക്രിമെന്റ് അതായത് സ്റ്റെപ്പ് സൈസ് 1 ആണ്. ഓക്കെ, സോ ഇഫ് ഐ ഗിവ് റേഞ്ച് 15 എന്തായിരിക്കും ക്രിയേറ്റ് ചെയ്യുക, 0 മുതൽ 14 വരെ ഉള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് ലിസ്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയാം, ഇതിന്റെ ടൈപ്പ് ചെക്ക് ചെയ്താൽ മതി. സപ്പോസ് ഐ ആം ഗിവിങ് അനദർ കമാൻഡ് സി ഈസ് ഈക്വൽ ടു റേഞ്ച് 20. സോ 19 വരെ ആയിരിക്കും ഇവിടെ ടൈപ്പ് ചെയ്യുക. സിയിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. ഇനി വാട്ട് ഈസ് സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 to 19 പ്രിന്റ് ചെയ്യും. വാട്ട് ഈസ് ടൈപ്പ് ഓഫ് സി, സോ അത് ലിസ്റ്റ് എന്നുള്ള ടൈപ്പ് കാണിക്കും. ലിസ്റ്റ് നമുക്കറിയാം, ബിക്കോസ് ഇവിടുത്തെ ഈ ബ്രാക്കറ്റ് നോക്കിയാൽ മതി, ഇത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ലിസ്റ്റ്. ഡിക്ഷണറി ആണെങ്കിലൊക്കെ അതിന് ഇവിടെ നമുക്ക് കേളി ബ്രാക്കറ്റ് ആയിരിക്കും. അതല്ല ഇനി നമ്മൾ ഡിഫൈൻ ചെയ്തത് വേറെ ഡാറ്റ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ടുപ്പിൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ സിമ്പിൾ ബ്രാക്കറ്റ് ഈ കൊടുത്ത് ഇതുപോലുള്ള സിമ്പിൾ ബ്രാക്കറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ സിംഗിൾ ആർഗ്യുമെന്റ് ആണ് റേഞ്ചിന് കൊടുത്തത്. ഒരു സിംഗിൾ ആർഗ്യുമെന്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് സിംഗിൾ ആർഗ്യുമെന്റ് അപ്പർ ലിമിറ്റ് ആയിരിക്കും. സോ അപ്പർ ലിമിറ്റ് നമ്മൾ പ്രിന്റ് ചെയ്യൂല, ലോവർ ലിമിറ്റ് എപ്പോഴും 0 ആയിരിക്കും ഇങ്ങനത്തെ സിംഗിൾ ആർഗ്യുമെന്റ് ആവുന്ന കേസിൽ. സ്റ്റെപ്പ് വാല്യൂ
1 ആണ് ആ കേസിൽ. ഓക്കെ, ഇനി നമുക്ക് റേഞ്ചിന് 2 ആർഗ്യുമെന്റ് ഉള്ള രീതിയിൽ യൂസ് ചെയ്ത് നോക്കാം. റേഞ്ച്, സോ റേഞ്ച് ഞാൻ 1 ടു അല്ലെങ്കിൽ 0 ടു കൊടുക്കാം. 0 ടു 6, 0 ടു 6. ഓക്കെ, ഇനി നമുക്ക് എൻ്റർ അടിക്കാം. സോ നമ്മൾ നേരത്തെ ജസ്റ്റ് 6 മാത്രം കൊടുത്ത തന്നെയാണ് ഇവിടെ വന്നത്. 0 ടു 5 എന്നുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ 0 ടു 6 കൊടുത്താൽ 0 മുതൽ 5 വരെ. സോ ദാറ്റ് മീൻസ് ദിസ് 0 ഈസ് മൈ ലോവർ ലിമിറ്റ്, സ്റ്റാർട്ടിംഗ് വാല്യൂ. 6 എന്നുള്ളത് എൻ്റെ അപ്പർ ലിമിറ്റ് ആണ്. സ്റ്റെപ്പ് സൈസ് 1 ആണ്. ഇനി സെയിം കാര്യം നമുക്ക് ഇങ്ങനെയും പറയാം. റേഞ്ച് 0 ടു 5, 6, സ്റ്റെപ്പ് സൈസ് 1 ആണെന്ന് സിസ്റ്റത്തോട് സ്പെസിഫൈ ചെയ്യാം. സോ അഗൈൻ നമുക്ക് സെയിം റിസൾട്ട് കിട്ടും. 0 ടു 5 സ്റ്റെപ്പ് സൈസ് 1 ആണ്. സോ ആക്ച്വൽ ഒരു റേഞ്ച് ഫംഗ്ഷന് നമുക്ക് ഇങ്ങനെ മൂന്ന് ആർഗ്യുമെന്റ്സ് വരെ യൂസ് ചെയ്യാം. അവിടെ ഫസ്റ്റ് വാല്യൂ ഈസ് യുവർ സ്റ്റാർട്ട് വാല്യൂ, ദെൻ സ്റ്റോപ്പ് വാല്യൂ ആൻഡ് ദെൻ സ്റ്റെപ്പ് സൈസ്. ഓക്കെ, നൗ ഈ വേറൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ട, റേഞ്ച് ഫംഗ്ഷൻ ഇൻറ്റീജറിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് കിട്ടൂല അതിനകത്ത് ലിസ്റ്റിലുള്ള വാല്യൂസ്. അതിന് വേണമെങ്കിൽ നമ്മൾ ലിൻ സ്പേസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ numpy എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. സോ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ റേഞ്ച് വെച്ചിട്ട് 2-3 എക്സാമ്പിൾസ് കൂടി നമുക്ക് ചെയ്യാം. സപ്പോസ് ഐ ആം യൂസിങ് എ കമാൻഡ് റേഞ്ച് 3 to 100, 3 to 100, 5 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക? പ്രോഗ്രാം 3ൽ സ്റ്റാർട്ട് ചെയ്യും, ലിസ്റ്റ് 3ൽ സ്റ്റാർട്ട് ചെയ്യും. 100 വരെ പോകണം. 100 ഉണ്ടാവില്ല, 100ന് മുമ്പുള്ളത് വരും. സ്റ്റെപ്പ് സൈസ് 5 ആണ്. സോ ആദ്യം 3 എടുക്കും. 3 + 5 8 വരും. ദെൻ 8 + 5 13 വരും. 13 + 5 18 വരും. 18 + 5 23. അങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് ലാസ്റ്റ് 100ന്റെ മുമ്പിൽ വരുന്നതിൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ചു നോക്കാം. 3, 8, 13, 18. സോ 93 + 5 കൊടുത്താൽ നമുക്ക് 98 കിട്ടി. ദെൻ 98 + 5 ഓടിച്ചാൽ നമുക്ക് 102 കിട്ടും. സോറി 103 കിട്ടും. 103 നമ്മൾ റേഞ്ചിന് പുറത്താണ്. നമ്മൾ അപ്പർ ലിമിറ്റ് 100 ആണ്. സോ 98ൽ അത് സ്റ്റോപ്പ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമുക്ക് റേഞ്ച് വർക്ക് ചെയ്യുക. സപ്പോസ് ഞാനൊരു കമാൻഡ് കൊടുക്കാം, റേഞ്ച് 0 ടു 50, 10. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാലോചിക്കും എന്തായിരിക്കും ഇവിടെ റിപ്ലൈയിൽ വരിക എന്നുള്ളത്. ഞാനത് എൻ്റർ അടിക്കാം. 0, 10, 20, 30, 40. അത് ക്ലിയർ ആയിരിക്കും. Now suppose I am giving range 50 to 0. 50 തൊട്ട് സ്റ്റാർട്ട് വാല്യൂ നേരെ തിരിച്ചാണ് കൊടുക്കുന്നത്. 50 to 0. സോ നമ്മൾ സ്റ്റെപ്പ് -10 ആക്കണം. സ്റ്റെപ്പ് 50, 40, 30, 20, 10. ഓക്കെ, സോ ഞാനിവിടെ ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് ഈ കോഡ്. അതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. റേഞ്ച് 2 to 20 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ, 2 to 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റാർട്ട് ചെയ്യും. 20 എന്നുള്ളത് പ്രിന്റ് ചെയ്യൂല, 19 വരെ പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ബാക്കിയുള്ള കുറച്ച് ടൈപ്സ് കൂടെ, ബാക്കി ചില കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് റേഞ്ച് ഫംഗ്ഷൻ. ഇനി ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. റേഞ്ച് ഫംഗ്ഷൻ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സപ്പോസ് ഐ എം ഗിവിങ് എ കമാൻഡ് ഫോർ I in range 10. നൗ ഇൻഡന്റേഷനിൽ ഞാൻ കൊടുക്കുന്നത് പ്രിന്റ് PSMO എന്നാണ്. പ്രിന്റ് PSMO. ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്താൽ ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്തായിരിക്കും വരിക? ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ എടുക്കാം. നമ്മൾ നോക്കേണ്ടത് റേഞ്ച് ഫംഗ്ഷൻ ആണ്. റേഞ്ച് 10 ആയതുകൊണ്ട് ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് പറയുന്ന 10 ഇൻഡെക്സ് 10 നമ്പേഴ്സ് ഉള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. 0 എന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 10 നമ്പേഴ്സ് ഉണ്ടാവും. ആദ്യം ഐൻ്റെ വാല്യൂ എന്തായിരിക്കും? I is equal to 0 ആയിരിക്കും. Now when I is equal to 0, for loop ഈ ലൂപ്പിനകത്ത് വരുന്ന ഇത് എക്സിക്യൂട്ട് ചെയ്യും. സോ ഈ ലൂപ്പിനകത്ത് വരുന്ന പ്രിന്റ് PSMO എന്നായതുകൊണ്ട് ഔട്ട്പുട്ട് സ്ക്രീനിൽ നമ്മുടെ മോണിറ്ററിൽ എന്ത് ചെയ്യും? PSMO എന്ന് പ്രിന്റ് ചെയ്യും. നൗ കൺട്രോള് ഇവിടേക്ക് പോവും. അതിനെ പവർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. സോ അതിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ഇനി അതിനെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ I is equal to I plus 1 എന്ന് വരും. സോ അതിൻ്റെ വാല്യൂ 0 + 1 അഥവാ I is equal to 1 ആവും.
നോ ഐ ഈസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ പ്രിന്റ് പി എസ് എം ഒ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ പി എസ് എം ഒ എന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പ്രിന്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ ഫോർ ഇത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് പോകും, അതിന്റെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും, i2 ആകും, പ്രിന്റ് പി എസ് എം ഒ വരും, ദെൻ അഗൈൻ ഇൻക്രിമെന്റ് ചെയ്യും, അതിന്റെ വാല്യൂ 3 ആവും, 4 ആവും, 5 ആവും, 6 ആവും, 7, 8, 9 ആവും. 9 ആവുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഇത് ഈ റേഞ്ച് ഇവിടെ 9 വരെ ഇത് ചെയ്തു. സോ 9 ആവുന്ന കേസിൽ നിങ്ങൾക്ക് പി എസ് എം ഒ എന്ന് പ്രിന്റ് ചെയ്യിക്കും, 9th പി എസ് എം ഒ എന്ന് പ്രിന്റ് ചെയ്യിക്കും. ദെൻ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ 10, സോ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 10 ആകുമ്പോൾ റേഞ്ചിന് പുറത്ത് വരും. ദെൻ ഈ ലൂപ്പിന് പുറത്തിറങ്ങും. സോ ലൂപ്പിന് പുറത്ത് ഞാൻ ഇവിടെ വേറെ എന്തെങ്കിലും പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യിക്കും. സോ പ്രിന്റ് ഞാൻ ഇവിടെ എൻഡ് എന്ന് കൊടുത്താൽ ആ എൻഡ് പ്രിന്റ് ചെയ്യും. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, പ്രിന്റ് പൈത്തൺ എന്നുകൂടി ഞാൻ പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിലോ, ഈ പി എസ് എം ഒ എന്ന് വരുന്നതിന്റെ കൂടെയൊക്കെ പൈത്തൺ, പി എസ് എം ഒ പൈത്തൺ, പി എസ് എം ഒ പൈത്തൺ, പി എസ് എം ഒ പൈത്തൺ എന്നിങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ആ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. സോ ഞാൻ പറഞ്ഞത് ഫോർ ഐ ഇൻ റേഞ്ച് 10, ഫോർ ഐ ഇൻ റേഞ്ച് 10 കോളൻ, ഇനി നമ്മൾ കൊടുക്കുന്നത് പ്രിന്റ് പി എസ് എം ഒ, ദെൻ കൊടുക്കുന്നത് പ്രിന്റ് പൈത്തൺ, പ്രിന്റ് പൈത്തൺ. ഓക്കെ, ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. സോ ഇവിടെ ഞാനൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കുന്നുണ്ട്. സോ ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, സോ പി എസ് എം ഒ പൈത്തൺ, പി എസ് എം ഒ പൈത്തൺ എത്ര തവണ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ 10 തവണ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10 തവണ അത് പ്രിന്റ് ചെയ്തു. ഓക്കെ, സോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ ഈ ലൂപ്പിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടീഷൻ 10 ആവുമ്പോൾ ഇവിടെ ഞാൻ എന്താണ് പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞത് അതായിരിക്കും പ്രിന്റ് ചെയ്യിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫോർ ലൂപ്പ്.